നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടെങ്ങും ക്രിസ്മസ് സന്തോഷത്തിന്റെ നിറവിൽ. ദേവാലയങ്ങളിൽ ബോൺ നത്താലെയും ക്രിസ്മസ് ആഘോഷങ്ങളും. നാട്ടികയിലെ CPM പഞ്ചായത്ത് ഭരണം തുടരുന്നത് BJP CPM ബാന്ധവം പരസ്യമായി അംഗീകരിക്കുന്നതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ എടമുട്ടം ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമാണ്. വാർത്തകൾ വിശദമായി നോക്കാം. ഡിസംബറിന്റെ തണുപ്പിനൊപ്പം നാടെങ്ങും യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങളിലാണ് ഇപ്പോൾ. പുൽക്കൂട് ഒരുക്കിയും നക്ഷത്രങ്ങൾ തെളിയിച്ചും നാടും വീടും വർണ്ണപ്പൊലിമയിലാണ്. പള്ളികളിൽ ദിവസങ്ങൾക്ക് മുൻപേ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. കരോൾ ഗാനം, ക്രിസ്മസ് ട്രീ, പുൽക്കൂട് എന്നിവയിൽ മത്സരങ്ങൾ നടന്നു. ക്രിസ്മസിന്റെ സന്തോഷം ആടിയും പാടിയും ആഘോഷിച്ച വിവിധ ഇടങ്ങളിൽ ബോൺ നത്താലെ അരങ്ങേറി. വീടുകൾ തോറും കരോൾ സംഘങ്ങൾ കയറിയിറങ്ങി ക്രിസ്മസ് ആശംസ കൈമാറി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജെൻസ് തട്ടിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. മാലാഖമാർ പാടിയ ആ പാട്ടുകളുടെ വാക്കുകളാണത്. ക്രിസ്തുമസിനെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് എവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുകയാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ക്രിസ്തുമസ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഈശോ ഈ ഭൂമിയിലെ പിറന്ന ദിനം. ഒരുപക്ഷേ യേശുവിനെ രാജകൊട്ടാരത്തിലൊന്ന് പിറക്കാമായിരുന്നു. എന്നാൽ അവൻ പിറന്നത് ഏറ്റവും ദരിദ്രരിൽ ദരിദ്രരായിട്ട് ഒരു കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലാണ് യേശു എന്ന് പിറന്നത്. കർത്താവിൻ്റെ സൗധത്തിലേക്ക് ആദ്യം കടന്നു വന്നത് അട്ടിടയന്മാരാണ്. സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരെ, പാവപ്പെട്ടവരായിട്ടുള്ളവരെ, ദരിദ്രരായിട്ടുള്ളവരെയാണ് കർത്താവിൻ്റെ സൗധത്തിലേക്ക് കടന്നു വന്നത്. പിന്നീടാണ് പൂജരാജാക്കന്മാർ കടന്നു വരുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന വലിയ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഈ ക്രിസ്തുമസ്. നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഈ മഞ്ഞണിഞ്ഞ രാവ് തണുപ്പ് നൽകുന്നതാണ്, കുളിർമ നൽകുന്നതാണ്, സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ സദ്വാർത്ത നൽകുന്നതാണ്. പ്രകാശമാകുന്ന യേശുവിനെ പ്രദാനം ചെയ്യുന്ന നക്ഷത്രം യേശുവിലേക്ക് നടന്നെടുക്കുവാൻ, ദൈവത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ക്രിസ്മസ് കാലം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു കാലമായി തീരട്ടെ, സമാധാനത്തിൻ്റെ ഒരു കാലമായി തീരട്ടെ, സന്തോഷത്തിൻ്റെ ഒരു കാലമായി തീരട്ടെ. എല്ലാ ഗ്രാമീയ ഓർബിറ്റ് പ്രേക്ഷകർക്ക് ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നു. ക്രിസ്തുമസിന്റെ വരവറിയിച്ച വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ക്രിസ്മസ് കരോൾ ബോൺ നത്താലെ അരങ്ങേറി. ഇടവക പള്ളിയിൽ നിന്നാരംഭിച്ച കരോൾ കോതകുളം ബീച്ച് നിത്യസഹായ മാതാ കപ്പേളയിൽ സമാപിച്ചു. നിശ്ചല ദൃശ്യങ്ങളും പരമ്പരാഗത ക്രിസ്തീയ വേഷധാരികളും കരോളിന് മാറ്റുകൂട്ടി. ഉദ്ഘാടനം വികാരി ഫാദർ ജെൻസ് തട്ടിൽ നിർവഹിച്ചു. കൈക്കാരന്മാരായ CA ജെയിംസ്, ലിജോ ജോർജ്, സിജോ ഡേവിസ്, കൺവീനർ പോൾ ചാലിശ്ശേരി, ഡെൽഫി ജോയ്, ഡേവിസ് വാഴപ്പിള്ളി, EJ ജെയിംസ്, സെബി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ സെന്റ് ജൂഡ് ദേവാലയത്തിലെ ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള ബോൺ നത്താലെ തൃപ്പയാർ പോളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. ഇടവക വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ കരോൾ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. വൈമാൾ സൗത്ത് പെട്രോൾ പമ്പ് തൃപ്പയാർ ടൗണിലൂടെ പള്ളിയിൽ സമാപിച്ചു.
100-ലധികം പാപ്പമാർ, പരമ്പരാഗത വേഷധാരികൾ, രാജാക്കന്മാർ, മാലാഖമാർ, നിരവധി നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുമുണ്ടായിരുന്നു. 100ഓളം വരുന്ന സാന്റാ വേഷധാരികളുടെ ചടുലമായ നൃത്തങ്ങൾ കരോളിന് മാറ്റുകൂട്ടി. കൈക്കാരന്മാരായ ഷൈജൻ, സോബി, കൺവീനർമാരായ ആൻലി റോബിൻസൺ, സാവിയോ, ഡിക്സൺ, കേന്ദ്രസമിതി കൺവീനർ റോബിൻ CJ, സ്റ്റെഫി സോണി, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. രാത്രി 9 മണിയോടുകൂടി ദേവാലയത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് സമാപന സന്ദേശത്തോടുകൂടി കരോൾ സമാപിച്ചു. ഭൂജാതനായി രാജാധിരാജനിന്ന് മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണി പൂക്കൾ ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. നാട്ടികയിലെ CPM പഞ്ചായത്ത് ഭരണം തുടരുന്നത് BJP-CPM ബാന്ധവം പരസ്യമായി അംഗീകരിക്കുന്നതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും CPM പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP-യും CPM-ഉം തമ്മിൽ ഡീൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല. അവർ സഖ്യകക്ഷികളായി ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന രണ്ട് രാഷ്ട്രീയ സംഘടനകളാണ്. സത്യത്തിൽ അവർക്ക് രണ്ട് കൊടി എന്തിനാണെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് കൗതുകം. ഈ CPM-നും BJP-ക്ക് എന്തിനാണ് വെവ്വേറെ കൊടി? ഈ വെവ്വേറെ കൊടിയും വെവ്വേറെ സമ്മേളനമൊക്കെ നടത്തി വെറുതെ പണം ചെലവാക്കാതെ ഇത് ഒരുമിച്ചൊക്കെ നടത്തിയാൽ എത്രയോ സൗകര്യമാണ്. കാരണം ഈ രണ്ടുപേരും തമ്മിൽ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഗോവിന്ദൻ മാഷ് അതിന് സുരേന്ദ്രൻ ഏതാണ്? ചില കാര്യങ്ങൾ സുരേന്ദ്രൻ പറഞ്ഞു, ഉടനെ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തിയതെല്ലാം പറയും. ഗോവിന്ദൻ മാഷ് വിട്ടുപോകുന്ന പോയിന്റുകൾ സുരേന്ദ്രനും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഏറ്റവും നന്നായി വ്യക്തിപരമായി അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പാലക്കാട് രാവിലെ CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു പത്രസമ്മേളനം കാണും. അതൊരു അരമണിക്കൂർ ഇരിക്കുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അവിടെ ഒരു സീരീസ് ആയിരുന്നു. നമ്മുടെ പത്രസമ്മേളനങ്ങൾക്കൊക്കെ ഒരു സമയം ഉണ്ടാകും. 7 മണിയാകുമ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ പത്രസമ്മേളനം, 9 മണിയാകുമ്പോൾ ജില്ലയിൽ നിന്നുള്ള മന്ത്രി MP രാജേഷിന്റെ പത്രസമ്മേളനം, 11 മണിയാകുമ്പോൾ അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറിയുടെ പത്രസമ്മേളനം, 1 മണിയാകുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം. ഇനി തിരിച്ച് ഒരു 8 മണിയാകുമ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ പത്രസമ്മേളനം, അത് കഴിയുമ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് പത്രസമ്മേളനം, അത് കഴിയുമ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം. ഈ 7 സെറ്റ് പത്രസമ്മേളനം എല്ലാ ദിവസവും നടക്കും. എല്ലാ ദിവസവും ഈ 7 സെറ്റ് പത്രസമ്മേളനത്തിലും പറയുന്നത് വാക്കുകൾ പോലും വ്യത്യാസമില്ലാത്ത ഒരേ കാര്യങ്ങളായിരുന്നു എന്നുള്ളത് അനുഭവ സാക്ഷ്യം വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയും.
പക്ഷെ എന്താ മെച്ചം എന്ന് ചോദിച്ചാൽ ഇവർ ഒരു ദിവസം 7 പത്രസമ്മേളനം വെച്ച് നടത്തി ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ടും പാലക്കാട്ടെ ജനത 2 കൂട്ടരെയും പുറംകാൽ കൊണ്ട് ചവിട്ടി വെളിയിലേക്ക് എറിഞ്ഞു എന്നുള്ള സന്തോഷം പാലക്കാടൻ ജനത കാണിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിലുള്ള സ്ഥാനം CPM-ഉം LDF-ഉം അംഗീകരിക്കണം. അതല്ല BJP പിന്തുണയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ അത് പരസ്യമായി പറയാൻ CPM-ഉം LDF-ഉം ആർജവം കാണിക്കണം. നാട്ടികയിൽ LDF-ലെ പ്രധാന ഘടകകക്ഷി തന്നെയാണ് CPI. BJP ബാന്ധവത്തിൽ CPIയുടെ നിലപാട് അറിയാൻ മതേതര നാടായ നാട്ടികയ്ക്ക് അതിയായ താൽപ്പര്യമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ P. വിനുവിനുള്ള വരവേൽപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ മുഖ്യപ്രഭാഷണവും DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണവും നടത്തി. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം KA ഹാറൂൺ റഷീദ്, DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, BR വിജയൻ, K. ദിലീപ് കുമാർ, CM നൌഷാദ്, സുനിൽ ലാലൂർ, P. വിനു, KA കബീർ, മധു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേർന്ന പ്രവർത്തകരെ ത്രിവർണ്ണ ഷാൾ അണിയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്വീകരിച്ചു. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ എടമുട്ടം ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി. ഡിസംബർ 23 മുതൽ 31 വരെ കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതി സ്വയം പിരിച്ചെടുത്ത പൈസ കൊണ്ട് ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന എടമുട്ടം ബീച്ച് റോഡ് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുകയായിരുന്നു. സംഘാടക സമിതി കൺവീനർ രാമചന്ദ്രൻ ഏറാട്ട്, ജനറൽ കോർഡിനേറ്റർ PS ഷജിത്ത്, വർക്കിംഗ് ചെയർമാൻമാർ ഷിബു നെടിയിരിപ്പിൽ, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, രക്ഷാധികാരി NK ഭീതിഹരൻ എന്നിവർ നേതൃത്വം നൽകി. ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന സംഘാടക സമിതിയുടെ മുഴുവൻ ആളുകളുടെയും അഭ്യർത്ഥന പ്രകാരമാണ് ജനുവരിക്ക് മുന്നോടിയായി ഈ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന അവസരത്തിൽ ഇരിങ്ങാലക്കുട മുതലുള്ള ആളുകൾ ഈ പരിപാടി കണ്ടാസ്വദിക്കാൻ ഈ റോഡ് വഴിയാണ് ആയിരക്കണക്കിന് ആളുകൾ എത്തുക. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളായ ഒട്ടാളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ 9 ദിവസം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ അവരെ കൃത്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സംഘാടക സമിതി അതിന് മുന്നോടിയായിട്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സംഘാടക സമിതിയുടെ അംഗങ്ങൾ ഒരു പിരിവ് ഇട്ട് ഏകദേശം 1 ലക്ഷം രൂപയാണ് ഈ റോഡിന് വേണ്ടി ഇപ്പോൾ സംഘാടക സമിതി ഇവിടെ ചിലവഴിക്കുന്നത്. കോതകുളം ബീച്ചിൽ നടക്കുന്ന സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റിവൽ സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടന്നു. വൈകിട്ട് നടന്ന കവിയരങ്ങ് കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. രാത്രി സാംസ്കാരിക സമ്മേളനം അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പയ്യന്നൂർ ഭൂമിക കൈകൊട്ടികളി സംഘത്തിന്റെ വീരനാട്യം കൈകൊട്ടികളിയും ചാലക്കുടി ST സ്ക്വാഡിന്റെ സിനിമാറ്റിക് ഡാൻസും നടന്നു. സംഘാടക സമിതി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ അംഗൻവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ EP അജയ് ഘോഷ്, രശ്മി ഷിജോ, സിജി സുരേഷ്, KK പ്രഹർഷൻ, അനിത ത്രിദീപ് കുമാർ, മണി ഉണ്ണികൃഷ്ണൻ, ഷൈൻ നെടിയിരിപ്പിൽ, അനിത കാർത്തികേയൻ, അശ്വതി മേനോൻ, DDPO ശുഭ, ICDS സൂപ്പർവൈസർ ജസീറ, GDM സ്കൂൾ ഹെഡ്മാസ്റ്റർ CK ബിജോയ്, അടിപറമ്പിൽ മുകുന്ദൻ, CK കുട്ടൻ, RR സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. അടിപ്പറമ്പിൽ വിജയൻ എന്നിവരുടെ കുടുംബമാണ് അംഗൻവാടിക്കായി സ്ഥലം സംഭാവന നൽകിയത്. മാതൃക കാട്ടിയ ജനങ്ങളെക്കുറിച്ചും അവർക്കും സ്വാഗതം പറയാനുണ്ടായി. എൻ്റെ കടമ എന്നുള്ളത് നമ്മൾ പൈസ കൊടുത്തന്നെ ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അംഗനവാടി മാത്രമല്ല, നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും സ്ഥലമുള്ള പ്രദേശത്ത് അംഗനവാടി പണിയുന്നതിന് ആവശ്യമായ സഹായം ചെയ്തുകൊണ്ട് ഒരു പ്രഖ്യാപനമുണ്ടായി. ആ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിച്ചത്. പഴയ കാലത്ത് നമുക്ക് അംഗനവാടി പണിയാനൊന്നും പൈസ കിട്ടിയിരുന്നില്ല. പൈസ കിട്ടാതിരുന്ന കാലത്ത് ഞാൻ വാർഡ് മെമ്പറായിരിക്കുന്ന സമയത്ത് 2 അംഗനവാടികൾ പണിയാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആരും അങ്ങനെ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിരുന്നില്ല. ഇതിൽ തന്നെ വലിയൊരു പ്രവർത്തനം നടത്തി നാടകം കളിച്ചിട്ടാണ് ഞാൻ ഈ 2 അംഗനവാടിയും ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്. അതുകൊണ്ടൊരു അങ്ങനൊരു അപകടത്തിലൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം സർക്കാരിൻ്റെ നമ്മുടെ സഖാവ് ഗൗരവയുടെ സാമൂഹ്യ നീതി പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 57 മുതൽ ഈ രംഗത്ത് മാതൃകപരമായ മാറ്റം നടത്തുന്നതിന് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം പരിമിതമാണെങ്കിൽ പോലും എല്ലാ മേഖലയും അത് ഏറ്റെടുക്കുകയുണ്ടായി. എല്ലായിടത്തും സ്ഥലമുള്ളിടത്ത് കെട്ടിടം പണിയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്ത് അങ്ങനെ അംഗനവാടികൾ എന്ന് 33 എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, അംഗനവാടി എവിടെയൊക്കെയുണ്ടോ, സ്ഥലമുണ്ടോ. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളോടെ താന്യം ഗവൺമെന്റ് ഹൈസ്കൂൾ 1991 ബാച്ചിന്റെ കൂടിക്കാഴ്ച നടത്തി. 33 വർഷങ്ങൾക്ക് ശേഷം അധ്യാപകരായ സെലീന, ഫിലോമിന എന്നിവരുടെ സാന്നിധ്യത്തിൽ അവർ ആദ്യമായി ഒത്തുകൂടി. താന്യം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് സെലീന, ഫിലോമിന എന്നീ അധ്യാപകർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും മനസ്സിന് സന്തോഷം. ക്രിസ്മസിന്റെ അവസരമായതുകൊണ്ട് പ്രത്യേകം പുതിയ വർഷം തുടങ്ങാൻ പോകുന്നു. ആ വർഷവും ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകട്ടെ. നിങ്ങൾ ഞങ്ങളെയൊക്കെ വിളിച്ചതിനും ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങളെ ഓർത്തതിനും ആദരിച്ചതിനൊക്കെ ഒരുപാട് നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊള്ളു. എൻ്റെ എല്ലാ മക്കൾക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ദൈവീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സന്തോഷ് മണിയങ്ങാട്ടിൽ അധ്യക്ഷനായി. സന്തോഷ് കോലോത്ത്, ലിഷ ഷാജൻ എന്നിവർ സംസാരിച്ചു. പാട്ടും കവിതയും നുറുങ്ങു വിശേഷങ്ങളും ഓർമ്മകളുമായി ഹൃദയപൂർവ്വമായ സൗഹൃദ സംഗമത്തിന് വേദി സാക്ഷ്യം വഹിച്ചു. 31 പേർ പങ്കെടുത്ത ചടങ്ങിൽ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഏകീകരിച്ച് പ്രവർത്തിക്കുവാൻ അംഗങ്ങൾ തീരുമാനിച്ചു. പ്രവാസി സുഹൃത്തുക്കൾ വീഡിയോ കോൺഫറൻസിലൂടെ ചടങ്ങിൽ പങ്കെടുത്തു.
പെരിങ്ങോട്ടുകര ദേവസ്ഥാനോത്സവത്തിന്റെ ഭാഗമായുള്ള കലാസന്ധ്യയിൽ ഗായകനും നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസ് അവതരിപ്പിച്ച ലൈവ് മ്യൂസിക് ആസ്വാദികരമായി. എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഒന്ന്, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ പാടുന്ന സമതിൻ്റെ നാടും കൂടിയാണ് ഇത്. അപ്പോൾ തുടങ്ങിയാലോ? ആയിരം കണ്ണുമായി എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലർത്തിൻ കിളി സംഗീത പ്രേമികളുടെ വൻ തിരക്കായിരുന്നു സംഗീത സന്ധ്യയിൽ അനുഭവപ്പെട്ടത്. Saloma, 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 walking in the moonlight, listening to the raindrops. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ കഴിഞ്ഞ 25 ദിവസങ്ങളായി നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിൽ സ്വരധാര തൃപ്പൂണിത്തുറയുടെ ഭജൻ, അഭിനിധി സജിത്ത് ബാംഗ്ലൂർ, പ്രീത പരശുരാമൻ എന്നിവരുടെ സംഗീത കച്ചേരി, ശ്രേയ ബൈജു അവതരിപ്പിച്ച ഭരതനാട്യം എന്നിവ അരങ്ങേറി. നർത്തകൻ ധർമ്മരാജ് മോഹിനിയാട്ടത്തിൽ അവതരിപ്പിച്ച നാരായണ ഗുരുദേവ കൃതികളും തൃശൂർ ശ്രീഭദ്രത്തിലെ വിദ്യാർത്ഥിനികളും ഏങ്ങണ്ടിയൂർ നൃത്തപ്രിയയിലെ വിദ്യാർത്ഥിനികളും അവതരിപ്പിച്ച ഭരതനാട്യവും മിണലൂർ വിഘ്നേശ്വര ഗുരു മാടമ്പു മന ഗീതാ വിഷ്ണുകുമാറിന്റെ ശിഷ്യകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ആസ്വാദികരമായി. വയലിനിൽ കലാമണ്ഡലം ശ്രീരാജും, മൃദംഗത്തിൽ കോട്ടയം മനോജ് കുമാറും, ഗഞ്ചിറയിൽ ഇരിഞ്ഞാലക്കുട മുരളീധരനും പക്കം വായിച്ചു. ബുധനാഴ്ച രാവിലെ ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ RV ലിനു, പെരുമ്പാവൂർ മനു നാരായണൻ എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി അരങ്ങേറും.
పని పగ దిగజవదన వేడువే మంగళం అఖిల జగ పూజిత తవ చరణ మంగళం శుభమంగళం శృతిలయ మంగళం శివ విష్ణു മായേയ വരമംഗളം. കാരമുക്ക് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും വ്യാഴാഴ്ച കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ പൂതൃക്കോവ് ക്ഷേത്ര മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിക്കും. തുടർന്ന് പന്തലിൽ പൂജയും കാൽനാട്ടുകർമ്മവും നടക്കും. വൈകിട്ട് അമ്പലം കയ്യിൽക്കൽ ചടങ്ങിന് ശേഷം കാരമുക്ക് പച്ചാമ്പിളിമേൽ തൃക്കോവിൽ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കാവടി, തകിൽ, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിക്കും. 7-ന് പന്തലിൽ നാമാർച്ചനയും 7:30 മുതൽ അന്നദാനവും ഉണ്ടാകും. 10:30-ന് ബ്രദേഴ്സ് അന്തിക്കാട് അയ്യപ്പൻ വിളക്ക് സംഘത്തിന്റെ ശാസ്താപാട്ടും നടക്കും. 27-ന് പുലർച്ചെ 3-ന് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പും തുടർന്ന് നടക്കുന്ന വെട്ടും തടയോടെ ദേശവിളക്കാഘോഷം പര്യവസാനിക്കും. പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ K സൂര്യനാരായണൻ, വൈസ് പ്രസിഡന്റ് സുഷമ സുനിൽ, ജോയിന്റ് സെക്രട്ടറി അജിത ശ്രീനിവാസൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് കലണ്ടറുമായി ചാക്യാരും കുട്ടികളുമെത്തി. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ചാണ് തൃപ്രയാർ കിഴക്കേ നടയിൽ റോഡ് ആക്സിഡന്റ്സിന് ബോധവൽക്കരണം നടത്തിയത്. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈജ EB, രശ്മി VG, സരിത PM, ബബിൽനാഥ്, NSS ലീഡർ ജന ഫാത്തിമ, റയാൻ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്തവർക്ക് മധുരം നൽകി പ്രോത്സാഹിപ്പിച്ചു. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഒരു ചാക്യാർകൂത്തിന്റെ രൂപേണെങ്കിലും ഇവിടെയുള്ള വാഹനാപകടങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു ക്ലാസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് തവണ നമ്മൾ ഒരുപാട് മീഡിയകളിൽ ഈ റോഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടു. അതുകൊണ്ടാരും ഒരു വലിയ മാറ്റം വരുന്നില്ല. ഇത് ദിനം പ്രതി റോഡ് ആക്സിഡൻറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു കലയുടെ രൂപേണ, ചാക്യാർകൂത്ത് രൂപേണ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ എന്ന് ചാക്യാർ ശ്രമിക്കുകയാണ്. ഇത് സമാധാനിക്കാം, ആ മരിച്ചു പോയവർ അതോടുകൂടി കഴിഞ്ഞു. എന്നാൽ ചത്തതിനൊക്കുമോ ജീവിച്ചിരിപ്പത് എന്ന നിലയിൽ പാതി ചത്ത ശവം പോലെ വീടുകളിൽ കഴിയുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ആ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ, എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ എന്നല്ലോ. അന്തിക്കാട് പഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവം നടത്തി. വാർഡ് മെമ്പർ സരിത സുരേഷിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. പരിവാർ കേരള സംസ്ഥാന ട്രഷറർ ഭരതൻ കല്ലാറ്റ്, പൈഡ് സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ പുതുശ്ശേരി, ICDS സൂപ്പർവൈസർ KP വസുമതി, മിൽന സ്മിത്ത്, അനിത ശശി, മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു.
മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനാചരണം മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നടത്തി. അനുസ്മരണ യോഗം കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ DCC ജനറൽ സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KK ബാബു, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, ടോണി അത്താണിക്കൽ, വാസു വളാഞ്ചേരി, വേണു കൊച്ചത്ത്, പുഷ്പ വിശ്വംഭരൻ, ടോളി ബിനീഷ്, ജിഷ സുരേന്ദ്രൻ, ബീന തോമസ്, ജോസഫ് പള്ളിക്കുന്നത്ത്, CN പ്രഭാകരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, ഷാലി വർഗീസ് എന്നിവർ സംസാരിച്ചു. തൃശ്ശൂരിനെ സ്നേഹിച്ച് തൃശ്ശൂരിനെ ബന്ധിപ്പിച്ച് അദ്ദേഹം തൃശ്ശൂർ തട്ടകം ശ്രീ കരുണാകരനായി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അദ്ദേഹം വികസന നേതാവായി, വികസന നായകനായി. നമുക്കറിയാം ഒരുപാട് വികസന കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുകയാണ്. അദ്ദേഹം കർക്കശക്കാരനും അതുപോലെ ധാർഷ്ട്യക്കാരനുമായ. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. നിങ്ങൾ അറിഞ്ഞോ, മൈ സ്റ്റോർ 5ാം വർഷത്തിലേക്ക്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തിനു കാത്തിരിക്കണം? അതിലും വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ആക്സസറീസ്, ഒപ്പം നിരവധി സമ്മാനങ്ങളും. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ ചെറിയ മാസത്തവണയിൽ, അതും പലിശയില്ലാതെ. ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടമാകാതെ നിങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ റിപ്പയർ ചെയ്തു നൽകുന്നു. ഫോൺ ഏതുമാകട്ടെ, ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് മുന്നിൽ. മൈ സ്റ്റോർ ഇനി എന്നും നിങ്ങളോടൊപ്പം. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി, ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ജ്വല്ലറി. 916 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഫോൺ 6. അർച്ചന സിൽക്സ്, തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ, ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശിക ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ.
ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഈ ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വീണ്ടും വാർത്തകളിലേക്ക്. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്ര സന്നിധിയിൽ നടത്തിവരുന്ന ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കലാസന്ധ്യ നടത്തി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മണലൂർ നടരാജ നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിച്ച വിവിധ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. സുനിൽ കൊച്ചത്ത്, സെക്രട്ടറി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി MT താജൻ, രഞ്ജിത്ത് തണ്ടാമ്പറമ്പിൽ, ട്രഷറർ അജീഷ് സോമൻ, ആദർശ്, ഗോകുൽദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നൽകിയ പഞ്ചാമൃതം സ്വാമി നാട്ടിക ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 1ാം വാർഷികാഘോഷവും സൗജന്യ നേത്രരോഗ പരിശോധന ക്യാമ്പും മെഡിക്കൽ പരിശോധനയും നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ വെച്ച് ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സാദിഖ് അസീസ് അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, MK ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ MA ഷാനവാസ്, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ RI സക്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു. ഗർഭാശയ ക്യാൻസർ എന്ന മാരക രോഗത്തിന്റെ കാരണങ്ങളും പ്രതിവിധികളും തിരുവല്ല കെയർ ആൻഡ് സേഫ് മാർക്കറ്റിംഗ് ഹെഡ് റോണി തിരുവല്ല ക്ലാസ് എടുത്തു. ആൻസി സോജൻ, സന്തോഷ് കാളക്കൊടുവത്ത്, ജാബിർ തൃത്തല്ലൂർ, രേവതി, സുബില, മുഹമ്മദ് നജീബ്, പ്രിയ ജയപ്രകാശ് എന്നിവരെ ആദരിച്ചു. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ താജുദ്ദീൻ, ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ഐഷ ബി, അബ്ദുൽ ജബ്ബാർ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ബഷീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഉമ്മ അവിടെ തന്നെ ചേട്ടന്മാരൊന്നും ഉമ്മാരെ സഹായിച്ചു ഓടിയെത്തും. 4 വീട് ഉമ്മാരെ വക എല്ലാ വർഷത്തിലും കൊടുക്കണം. അത് അർഹതപ്പെട്ട പാവപ്പെട്ട ചിലപ്പോൾ ഉമ്മ വളരും, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ ഇന്ന് എത്രയോ സൗഭാഗ്യത്തോടെ നമ്മൾ പറയും മരിച്ചു പോയിട്ട സ്വർഗം. മരണപ്പെടുന്നതിന് മുന്നേ തന്നെ സ്വർഗത്തിൻ്റെ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ലഹരി മറ്റുള്ളവൻ്റെ വേദനകൾ കാണുമ്പോൾ മറ്റുള്ളവൻ്റെ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിലും ആ സ്വർഗീയ ജീവിതം നമ്മൾ ആസ്വദിക്കാം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ കിടന്നുറങ്ങാൻ സുഖിക്കാം. നല്ല ഭക്ഷണം തന്നാൽ നമ്മളെ ഭാര്യ സ്വീകരിക്കും. നമ്മളെ മക്കള് വളരെ സന്തോഷമായി മറ്റുള്ള വഴി തെറ്റി പോവാതെ ആരെങ്കിലും പാവപ്പെട്ടവനെ സഹായിക്കാൻ പോലും അവർ മനസ്സ് കാണിക്കും. നമ്മുടെ ഏട്ടന്മാരും അനിയന്മാരും പെങ്ങന്മാരൊക്കെ വാപ്പി ഉണ്ടാക്കി സ്വത്തിന് തല്ലുകൂടില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള മനസ്സ് കാണിക്കും. യഥാർത്ഥ സ്വർഗീയ ജീവിതം നമുക്ക് ആസ്വദിക്കാം മറ്റുള്ള രോഗങ്ങളിൽ നിന്നും. ഇപ്പൊ ഞാനൊക്കെ എവിടേക്കോ ദിവസം ഓടുക, ഒരു ദിവസം എനിക്ക് ഒഴിവുണ്ടായില്ല. ഒന്നുക്ക് വയനാട്, ഇപ്പൊ മണ്ണാർക്കാട് തച്ചമ്പാറ എന്ന സ്ഥലത്ത് 4 മക്കൾ മരിച്ചപ്പോൾ ലോറി ഇടിച്ച് മരിച്ചപ്പോൾ അവിടെ കൂടി അവിടുത്തെ ഒരാൾ വിളിച്ചു ചോദിക്കാം മാനുവയിൽ കുട്ടീൻ്റെ മയ്യത്ത് കൊണ്ടാണ് കാറ്റടിക്ക്. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചില്ല 8ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. റിട്ടയേർഡ് പ്രിൻസിപ്പാൾ PS ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ചില്ല പ്രസിഡന്റ് TP മനേഷ് അധ്യക്ഷനായി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ EG സജിമോൻ, ചില്ല ഭാരവാഹികളായ MA അനീഷ്, KS സുനിൽ, രഘു രാമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ ഉള്ള ഒരു കാലമാണ്. ക്ലീൻ ചെയ്യാനായിട്ടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നത്. അവിടുത്തെ മൾട്ടിമീഡിയയുടെ അവിടേക്ക് പോകുന്ന ഞാവൽവരൊക്കെ ഞാനും കടലിൽ കൂടെയാണ് അതൊക്കെ നട്ടിട്ടുള്ളത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ കുട്ടികൾ അന്ന് 2014 ചിന്തിക്കുന്നത് അതെല്ലാവരും ബിസി ആയിട്ടുള്ളൊരു ടൈമാണ്.
കോവിഡിന് ശേഷം പ്രളയത്തിന് ശേഷമാണ് നമ്മൾ ഒരുപാട് ഈ സാമൂഹ്യ സേവനത്തിലേക്ക് ഇറങ്ങി വരുന്നത്. എല്ലാവരും സാമൂഹ്യ സേവനം കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത് തന്നെ പ്രളയത്തിനൊക്കെ ശേഷമാണ്. പക്ഷെ അതിനു മുമ്പ് 2016 തന്നെ ശരിക്കും സേവന മനോഭാവം ഉണ്ടായിരുന്ന ഒരു കുടുംബാംഗങ്ങളാണ് ചിന്നയുടെ കുടുംബാംഗങ്ങൾ. അപ്പൊ അതിന് ഞാൻ നിങ്ങളെ എല്ലാവരെയും അന്നത്തെ ഭാരവാഹികളെയും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവള്ളാട്ട് മഹോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. 27 രാവിലെ മലദൈവങ്ങൾക്ക് വരവേൽപ്പ്, വൈകുന്നേരം ദീപാരാധന, സുനിൽ പുത്തൻപേടിയുടെ നാദസ്വരം, സുഗീഷ് ഇരിഞ്ഞാലക്കുടയുടെ തായമ്പക, രാത്രി 8-ന് മഹേശ്വരി KD കലാപീഠം അധ്യാപകരായ RLV ദിവ്യ നിഖിൽ, RLV രേഖ വിനയ് എന്നിവരുടെ തിരുമുമ്പിൽ നടനം എന്നിവ ഉണ്ടായിരിക്കും. 8:15-ന് വിഷ്ണുമായ സ്വാമിയുടെ ഗരുഡ സന്നിധിയിലേക്കുള്ള എഴുന്നള്ളിപ്പ്, രജിത് പുതുശ്ശേരി, കലാമണ്ഡലം സോമൻ എന്നിവരുടെ പഞ്ചവാദ്യം, ഷാജിപ്പാപ്പൻ, നരസിംഹമൂർത്തി ഗരുഡനാട്ടം, ഗരുഡനൃത്തം, ഭദ്രകാളി നൃത്തം, തെയ്യാട്ടം, ചൈനീസ് ലെയർ ഡ്രാഗൺ, കഥകളി നൃത്തം, ശിങ്കാരിമേളം, ഭദ്രകാളി നൃത്തം, വൈറൽ പുലി, പാണ്ടിമേളം എന്നിവയും ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്തും പാട്ടും, രാത്രി 8-ന് എളവള്ളി നടന നികേതനം അവതരിപ്പിക്കുന്ന തിരുമുമ്പിൽ നടനം, ഞായറാഴ്ച ആറാട്ട് ദിവസം രാവിലെ 9-ന് മഹാരൂപക്കളം, ഭഗവാന് കാഴ്ചയ്ക്കായി കാളകളി, തെയ്യരൂപം, കരിങ്കാളി നൃത്തം, രൂപക്കളത്തിൽ നൃത്തദർശനം, 9-ന് സംഗീതോത്സവത്തിന്റെ സമാപന ചടങ്ങായ സൽഗുരു ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനവും നടക്കും. വൈകിട്ട് കൊടിയിറക്കത്തിന് ശേഷം പഞ്ചവാദ്യത്തോടെ ക്ഷേത്രത്തിന് മുൻപിലുള്ള കൽപ്പതീർത്ഥക്കുളത്തിലേക്ക് ഭഗവാൻ ആറാട്ടിന് എഴുന്നള്ളും. കാവടിയാട്ടം, പുലികളി, കുമ്മാട്ടിക്കളി, ശിങ്കാരിമേളം എന്നിവയും നടക്കും. പള്ളിനായാട്ട് കഴിഞ്ഞ് തിരുവാറാട്ട് കഴിഞ്ഞ ഭഗവാൻ തിരിച്ചെഴുന്നള്ളി വന്ന് ഭക്തജനങ്ങളുടെ കൊടിക്കൽ പറയും സ്വീകരിച്ച് തൃപ്പുകയോടെ നടയടച്ച് പള്ളി കൊള്ളുന്നതോടെ ദേവസ്ഥാനത്തെ 30 ദിവസം നീണ്ടുനിൽക്കുന്ന ദേവസ്ഥാന മഹോത്സവത്തിന് സമാപനമാകും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ ദേവസ്ഥാന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുവരുന്ന 12ാമത് ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീതോത്സവവും ദേവസ്ഥാന ഉത്സവവും ഈ വരുന്ന ഡിസംബർ 27, 28, 29 തീയതികളിൽ ഭഗവാന് തിറവള്ളാട്ട് മഹോത്സവം നടക്കുന്നതാണ്. 8 ദിവസം നീണ്ടുനിന്ന ജാമിയ ബുസ്താനുൽ ഉലൂം സമ്മേളനം സമാപിച്ചു. KNM സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KNM ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ആസ ഗ്രൂപ്പ് MD CP സാലിഖ് മുഖ്യാതിഥിയായിരുന്നു. ബുസ്താനുൽ ഉലൂം ഗോൾഡൻ ഡേയ്സ് പ്രോജക്ട് ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി അവതരിപ്പിച്ചു. ബുസ്താനിൽ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് സനദ്ദാനം നിർവഹിച്ചു. കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി ഹനീഫ് കായക്കൊടി, KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AI അബ്ദുൽ മജീദ്, ISM സംസ്ഥാന സെക്രട്ടറി ഷുക്കൂർ സുലാഖി, ഉനൈസ് പാപ്പിനിശ്ശേരി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. പ്രോഗ്രാം കൺവീനർ KA കബീർ ബുസ്താനി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ട്രഷറർ KA ബഷീർ, നൂർ മുഹമ്മദ് സേഠ്, മുഹസിൻ ഹാജി എടക്കഴിയൂർ, മുഹമ്മദ് ഉബൈദുള്ള, KA ജമാലുദ്ദീൻ, ഫാറൂസ് മൂസ, നൌഫൽ കൊല്ലം, ഷെഫീഖ് കൊല്ലം, അലമീൻ ഭീമാപ്പള്ളി, താജുദ്ദീൻ പെരിങ്ങോട്ടുകര, AA കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. താന്യം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം മിന്നാമിനുങ്ങ് പെരിങ്ങോട്ടുകര ശാന്തി പാലസിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഷീന പറയങ്ങാട്ടിൽ, VN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TB മായ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആൻഡോ തൊറയൻ, രതി അനിൽകുമാർ, മീന സുനിൽ, സതി സൂര്യൻ, സനിത സജൻ, പ്രജിഷ രതീഷ്, ICDS ഓഫീസർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. വിഭാഗത്തിലുള്ളവരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ശേഷി നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ നീതി ഒഴിപ്പുണ്ട്. ഇതിൻ്റെ കൂടി ചുമതലയുള്ള നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ ഡോക്ടർ R ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി മേഖലയിൽ ഉള്ളവരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ലോക ഭിന്നശേഷി ദിനാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും നമ്മുടെ അല്ലാത്ത
ഇഷ്ടം കൊണ്ട് സമൂഹത്തിൽ നിരവധിയായുള്ള മറ്റുള്ളവരിൽ നിന്ന് ഭിന്നമായ നിരവധിയായുള്ള ഒരു ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരം KS ചിത്രയ്ക്കും നാട്യമയൂരി പുരസ്കാരം ആശാ ശരത്തിനും കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഗോകുലം ഗോപാലിനും പ്രഖ്യാപിച്ചു. ദേവസ്ഥാനോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ 26 വൈകിട്ട് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുള്ള ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരം 1,00,000 രൂപയും ശിവപാർവതി വിഷ്ണുമായ സ്വാമിയുടെ ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ്. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയ്ക്കും ദേവസ്ഥാനം നാട്യമയൂരി പുരസ്കാരം 50,000 രൂപയും ശില്പവും പൊന്നാടയും അടങ്ങിയത് വിശ്രുത നർത്തകി ആശാ ശരത്തിനും ദേവസ്ഥാനം കർമ്മശ്രേഷ്ഠ പുരസ്കാരം 25,000 രൂപയും ശില്പവും പൊന്നാടയും അടങ്ങിയത് ഗോകുലം ഗോപാലിനും ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ സമർപ്പിക്കും. നവംബർ 30 ആരംഭിച്ച 12ാമത് ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവം ഡിസംബർ 29 ദക്ഷിണേന്ത്യയിലെ പ്രമുഖ കർണാടക സംഗീതജ്ഞർ പങ്കെടുക്കുന്ന സൽഗുരു ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ സമാപിക്കും. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിന്നി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു. 1ാം ക്ലാസ്സിലെ കുരുന്നുകൾ ഉണ്ണിയേശുവിന്റെ ജനനം സ്കിറ്റിലൂടെ ആവിഷ്കരിച്ചു. പരിപാടികൾക്ക് ജ്യോതി, അക്സ എന്നിവർ നേതൃത്വം നൽകി. ഒരു മാസം കുട്ടികൾ ചെയ്ത നന്മകളുടെ പ്രതീകമായി ഓരോ ക്ലാസ്സുകാരും നന്മ മരം തയ്യാറാക്കി. കുട്ടികളുടെ നാനോ ക്രിബ് മത്സരം, ക്രിസ്മസ് ട്രീ നിർമ്മാണം, കാർഡ് നിർമ്മാണം, കരോൾ ഗാനം മത്സരം, പാപ്പ മത്സരം എന്നിവ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ ഡിസംബർ 30, 31, ജനുവരി 1 ദിവസങ്ങളിൽ ആഘോഷിക്കുന്ന വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്തിനോസിന്റെയും ഉണ്ണിമിശിഹായുടെ ദർശനത്തിന്റെയും സംയുക്ത തിരുനാൾ കൊടിയേറ്റം വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി നിർവഹിച്ചു. കൈക്കാരന്മാരായ ആൾഡ്രിൻ ജോസ്, ജോജി മാളിയേക്കൽ, ജോസഫ് അരിമ്പൂർ, സണ്ണി KA, തിരുനാൾ ജനറൽ കൺവീനർ ജോയ് AV, ഫ്രാങ്കോ ജേക്കബ്, ജോസഫ് CA എന്നിവർ നേതൃത്വം നൽകി. ഹയർ സെക്കൻഡറി NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരായി കൂട്ടുകൂടി നാട് കാക്കാം എന്നതിനെ ആസ്പദമാക്കിയുള്ള തെരുവ് നാടകം പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ താന്യം സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് അവതരിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. നർക്കോട്ടിക് സെൽ സബ് ഇൻസ്പെക്ടർ ഷൈൻ, നർക്കോട്ടിക് സെൽ ഓഫീസർ സോണി എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ജനപ്രതിനിധികളായ TB മായ, ആൻഡോ തൊറയൻ, PTA പ്രസിഡന്റ് അസീസ് കക്കാട്ടുതറ, പ്രിൻസിപ്പൽ സീന ജോസഫ്, പ്രോഗ്രാം ഓഫീസർ ആൻഡോ ജേക്കബ് എന്നിവർ സംസാരിച്ചു. സമൂഹം ഇന്ന് വളരെ ഗുരുതരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ലഹരി. ആ ലഹരിക്കെതിരെ നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ നമ്മൾ കലാലയങ്ങളിലും മറ്റ് പൊതുവിടങ്ങളിലും എല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ലഹരി മാഫിയ ഇന്ന് ഇത് കൈയടക്കിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവും ചെത്തുതൊഴിലാളി യൂണിയന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന പെരിങ്ങായിൽ രാഘവന്റെ ഭാര്യ സത്യഭാമ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കേരള മഹിളാ സംഘത്തിന്റെ സജീവ പ്രവർത്തകയായിരുന്നു. സലിൽ, സജീവൻ, ഷൈജൻ, സതീശൻ എന്നിവർ മക്കളും സിന്ധു, സിഷി, അമ്പിളി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ബുധനാഴ്ച ആനക്കാട് ശ്മശാനത്തിൽ നടക്കും. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. നാടെങ്ങും ക്രിസ്മസ് സന്തോഷത്തിന്റെ നിറവിൽ. ദേവാലയങ്ങളിൽ ബോൺ നത്താലയും ക്രിസ്മസ് ആഘോഷങ്ങളും. നാട്ടികയിലെ CPM പഞ്ചായത്ത് ഭരണം തുടരുന്നത് BJP CPM ബാന്ധവം പരസ്യമായി അംഗീകരിക്കുന്നതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ എടമുട്ടം ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.